ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എക്കോസ്റ്റാർ സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുമായ ദേവസക്കുട്ടി സാറാണ്. നമസ്കാരം. നമസ്കാരം. എക്കോസ്റ്റാർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് എങ്ങനെയാണ് ഈ കൺസെപ്റ്റിലേക്ക് വന്നത്? ഇത് നമ്മുടെ ഒരു പാഷനാണ്. കാരണം എനിക്ക് വേറെ ബിസിനസ് ഉണ്ടെങ്കിലും എൻ്റെ ബ്ലഡിൽ ഇതാണ്. കാരണം ഞാൻ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് അത് ക്വാളിറ്റി കൺട്രോളായിരുന്നു അവിടെ ജോലി. ബോംബെയിലായിരുന്നു. അവിടെ ഒരു 2 വർഷം ജോലി ചെയ്തു. പിന്നെ അവിടെ തന്നെ NDT ടെസ്റ്റിംഗ് ക്വാളിഫിക്കേഷനൊക്കെ നടത്തിയിരുന്നു. RT, PT, UT, MT, പിന്നെ സർട്ടിഫൈഡ് വെൽഡിംഗ് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഞാൻ ഗൾഫിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഈ ജോലി തന്നെയായിരുന്നു, ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ ഓയിൽ ആൻഡ് ഗ്യാസിൽ. അപ്പോൾ അവിടെ ആദ്യം ഒരു കോൺട്രാക്ടിങ് കമ്പനിയിലായിരുന്നു 3CC എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ നിന്ന് ക്ലയൻറ്റ് സൈഡിലേക്ക് പിന്നെ ഇത്തിരി കൂടി അപ്ഗ്രഡേഷൻ ചെയ്തു. ബ്രിട്ടീഷ് ഗ്യാസിൻ്റെ പെയിൻറ്റിങ് കോട്ടിങ് ഇൻസ്പെക്ഷൻ്റെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു. പിന്നെ സീനിയർ വെൽഡിംഗ് ഇൻസ്പെക്ടർ 3.0 കോഴ്സ് കഴിഞ്ഞു. പിന്നെ അന്ന് മുതൽ ക്ലയൻറ്റ് സൈഡിൽ തന്നെ വെൽഡിംഗ് ഇൻസ്പെക്ടറായിട്ട് എടുക്കണം. അപ്പോൾ പ്രഷർ വെസൽ, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, ഗ്യാസ് പൈപ്പ് ലൈൻ, ക്രോസ് കൺട്രി പൈപ്പ് ലൈൻ, റിഫൈനറി, ഗ്യാസ് പ്ലാന്റ്, ഇതിൻ്റെ ഒക്കെ കമ്പനി സൈഡിലുള്ള ഇൻസ്പെക്ടറാണ്. ഇവിടെ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഒരു നല്ല സ്കോപ്പ് ഉണ്ട്. ഇതൊരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റാണ് SS-ൻ്റെ മോഡൽ. പിന്നെ ഇതിലെനിക്ക് പരിപൂർണ്ണ കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഈ സാധനം ഒന്നും സംഭവിക്കില്ല, പബ്ലിക്കിന് ഇത് കൊടുക്കാൻ ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റാണ്. ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്, ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം, പിന്നെ ഹൈലി ഡ്യൂറബിളാണ്, 304 ആണ്. അപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. ഇപ്പം 2.5 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ഫസ്റ്റ് ഞാൻ തന്നെ വെച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്, വെൽഡിങ്, ഗ്രൈൻഡിങ് ഇത് കേൾക്കുമ്പോൾ കാണുമ്പോഴൊക്കെ ഭയങ്കര സ്പിരിറ്റാണ്. അതെന്നെ എൻ്റെ ഒരു പാഷനാണത്. ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സാധാരണക്കാരന് കൈവെക്കാൻ പറ്റാത്തൊരു മേഖലയാണ് സ്റ്റീലും മറ്റുള്ള കാര്യങ്ങളും. പ്രത്യേകിച്ച് ഇതിന് 10 വർഷം വരെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ മെയിൻ്റനൻസ് വരില്ല. എന്നാൽ പോലും നമ്മളെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആ ഒരു മേഖലയിലേക്ക്, കാരണം ഇതൊരു റിസ്കി ഫാക്റ്റ് ആണോ? അതല്ല, അതിൽ എനിക്ക് വളരെ കോൺഫിഡൻ്റ് ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ 10-15 വർഷമായാലും ഇതിനൊന്നും സംഭവിക്കാൻ പറ്റില്ല. കാരണം വെള്ളത്തിൻ്റെ ക്വാളിറ്റി ആവറേജ് വെള്ളമാണെങ്കിൽ ഇതിന് 10-20 വർഷം. കാരണം ഞാൻ വർക്ക് ചെയ്ത പല പ്ലാന്റിലും 30 വർഷം പഴക്കമുള്ള SS 304 ടാങ്ക് ഉണ്ട്, പോർട്ടബിൾ വാട്ടർ. അപ്പോൾ ആ ഡിസൈൻ ഇതിൽ നിൽക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമുക്ക് ടിഗ് വെൽഡിങ് പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ മിഗ് വെൽഡിങ് ഉണ്ട്, SS വെൽഡിങ്ങിൻ്റെ പോയി സ്പോട്ട് വെൽഡ് ചെയ്ത് ഫ്ലഷ് ചെയ്തൊക്കെ ക്ലീൻ ചെയ്യാം. ഒന്നും പറ്റിയില്ലെങ്കിലും നമുക്ക് മാറ്റി കൊടുക്കാം, നോ പ്രോബ്ലം. അപ്പോൾ അത്ര കോൺഫിഡൻറ്റ് നമുക്കുണ്ട്. കാരണം സ്റ്റീലായിട്ട് നമുക്ക് അറിയാവുന്ന 10-23 വർഷത്തെ പരിചയമുണ്ട്. ആ ഒരു വിശ്വാസം, ധൈര്യമുണ്ട് നമുക്ക് ടെക്നിക്കൽ കാര്യങ്ങൾക്ക്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ എക്കോസ്റ്റാർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കിന്റെ കംപ്ലീറ്റ് മേൽനോട്ടം സാറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്? ആണ്. എങ്കിലും ഞാൻ വെൽഡിംഗ് ഒക്കെ നോക്കും. കാരണം നമ്മുടെ ഫീൽഡ് കാണുമ്പോൾ അറിയാൻ പറ്റും, എന്തെല്ലാം മിസ്റ്റേക്കിനെ കണ്ണ് ഒബ്സർവ് ചെയ്യും, സംതിങ് അപ്പോൾ പറയും. പിന്നെ നമ്മുടെ ക്രൂ നല്ല ബെസ്റ്റ് ടീമാണ്. മിസ്റ്റർ ഷിബു കണ്ടില്ലേ വെൽഡിങ്, അവനൊരു വിശ്വകർമ്മ. ഒരു ആക്ച്വലി നമ്മൾ എഞ്ചിനീയർ എന്ന് പറയില്ല, പുള്ളി എഞ്ചിനീയറാണ്. ഒരു കാര്യം ഇന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞാൽ പുള്ളി തന്നെ ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊരു എഞ്ചിനീയറാണ്. ഇവിടെ അങ്ങനെ പേരില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. പിന്നെ മാർട്ടിൻ ഉണ്ട്. പുള്ളി 23 വർഷം ഗൾഫിൽ വെൽഡറായിരുന്നു, ടിഗ് വെൽഡറായിരുന്നു, പ്രഷർ വെസൽ, ഹീറ്റ് എക്സ്ചേഞ്ചറൊക്കെ ഉള്ള വെൽഡറായിരുന്നു. അപ്പൊ എല്ലാം നല്ല ടീമാണ്. അവരെല്ലാം ടെക്നിക്കലി നല്ല സൗണ്ട് ആൾക്കാരാണ്, നമ്മുടെ പണിക്കാര്. അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും, അതനുസരിച്ച് ക്വാളിറ്റി പ്രോഡക്റ്റ് എനിക്ക് വളരെ സപ്പോർട്ടീവാണ്. കാരണം ഒരു കാര്യം പറഞ്ഞാൽ അവരതനുസരിച്ച് പോയി സൈറ്റ് ഡയമെൻഷൻ എടുത്ത് ഫിറ്റ് ഫോർ പർപ്പസ് ആക്കി കൊടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയലും ഹൈ പ്രീമിയം ക്വാളിറ്റി തന്നെ ഉപയോഗിക്കുന്നത്. നമ്മൾ അതേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ വലിയ മണിക്ക് വേണ്ടിയിട്ടല്ല ശരിക്കും മെയിനായിട്ട്. മണി വേണം, റൺ ചെയ്യണം, കുറച്ച് ആളുകൾക്ക് ജോലിക്ക് വേണം. അപ്പോൾ കൊടുക്കുന്ന കസ്റ്റമർക്ക് ആ വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഗ്ലാൻഡ് ആയാലും ഇപ്പോൾ ജനറൽ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ അറിയില്ലായിരിക്കാം, തുറന്നു പറയും. കാരണം അവർക്ക് 0.5 ആണോ 0.6 ആണോ 202 ആണോ ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ല. കുറേ ടെക്നിക്കൽ ആളുകൾക്ക് അറിയാമെങ്കിലും 50% ആളുകൾക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയണമെന്നില്ല. പക്ഷെ അതൊന്നും നമ്മൾ മുതലെടുക്കില്ല. കാരണം ഞാനിത് പറയാൻ കാരണം ഞാൻ പല ടാങ്കുകളും കണ്ടിരുന്നു. 0.5 mm തിക്നെസ്സിൻ്റെയും 0.4 mm തിക്നെസ്സിൻ്റെ വരെ ടാങ്കുകളെയും കണ്ടിട്ടുണ്ട്. അവർ ട്രേഡിങ്ങാണ് മേലെ അവർ ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നൊന്നും അവർക്ക് ഇതില്ല, കസ്റ്റമർക്ക് ബുദ്ധിമുട്ടാകും. നമ്മൾ അങ്ങനെയല്ല.
പറഞ്ഞു കൊടുക്കും. 0.6 ടാങ്ക് മിനിമം ഉപയോഗിക്കുക, 0.8 ടാങ്ക് ഉപയോഗിക്കുക. ഞാൻ കൊടുക്കുന്ന എല്ലാം സ്റ്റാൻഡും കണക്ടേഴ്സിനും എല്ലാം ആ ക്വാളിറ്റി ഉണ്ടാവും പരിപൂർണ്ണം. അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറയാം, അതിലൊരു മായമില്ല. അതിനെല്ലാം മെറ്റീരിയൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഞാൻ അത് വാങ്ങിക്കാറ്. ഹീറ്റ് നമ്പർ ഇവിടെ വരുമ്പോഴായാലും അതുമ്പോൾ കോയിലിൻ്റെ നമ്പർ, ഹീറ്റ് നമ്പർ, ലോഡ് നമ്പറൊക്കെ ഉണ്ടാവും. അതൊക്കെ വെരിഫൈ ചെയ്തിട്ട് മാത്രം പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എക്കോസ്റ്റാറിന് മറ്റുള്ള കമ്പനിക്കാരും എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെയൊക്കെ ഏതൊരു ടെക്നിക്കൽ സൈഡിൽ നിന്നും നമുക്ക് അവരായിട്ട് ചലഞ്ച് ചെയ്യാം ഉറപ്പ്. കാരണം വളരെ കോൺഫിഡൻറ്റ്. ഞാൻ വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന അദ്ദേഹം അപ്രൂവ്ഡ്, ജിന്ദാലിൻ്റെ അപ്രൂവ്ഡ് വെണ്ടറാണ്. ഞാനൊരു ടെക്നിക്കൽ ആളെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പം നമ്മുടെ അടുത്ത് ഇപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്ത് ഇവിടെ ലാബിൽ വിട്ട് സ്പെക്ട്രോ കെമിക്കൽ അനാലിസിസ്, അല്ല കാർബൺ, ക്രോമിയം, നിക്കൽ, മിനിമം ബേസ് കെമിക്കൽ അനാലിസിസ് നമുക്കറിയാൻ പറ്റും. 304 കാര്യങ്ങൾ അത് അവർക്കറിയാം. അപ്പം നമുക്ക് കറക്റ്റ് മെറ്റീരിയൽ നമുക്ക് തരാം. അത് ഒരു കുഴപ്പമില്ല. ഇപ്പം അതിൽ ഇമ്പോർട്ടഡ് കോയിൽ മോശമാണോ ഇന്ത്യൻ കോയിൽ മോശമാണോ അങ്ങനെയൊന്നും ഇല്ല ശരിക്കും തുറന്നു പറയുകയാണെങ്കിൽ. കാരണം ഇപ്പം ഞാൻ പുറം രാജ്യത്ത് ജോലി ചെയ്തപ്പോൾ അവിടെ ഒന്നും വരുന്നതെല്ലാം ഇമ്പോർട്ടഡ് കോയിലാണ്. മെയിൻ സപ്ലൈസ് ചൈന, ജപ്പാൻ, ജർമ്മനി. കാരണം ക്രോസ് കൺട്രി പൈപ്പിലാണ് അത്. സ്റ്റൈൻലെസ് 316 നല്ല ഡൂപ്ലസ് സ്റ്റൈൻലെസ് സ്റ്റീൽ, അങ്ങനത്തെ അലോയി പല ഹൈ ഗ്രേഡ് മെറ്റീരിയൽ ഉണ്ട്. ഇതൊക്കെ സപ്ലൈ ചെയ്യുന്നത് ചൈനയും ജപ്പാനും കൊറിയ, ജർമ്മനിയൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ മെറ്റീരിയൽ, ഇമ്പോർട്ടഡ് മെറ്റീരിയൽ മോശമെന്ന് ഞാൻ പറയാനില്ല. സ്പെസിഫിക്കേഷൻ മാച്ച് ആവാണ്, തിക്നെസ് കറക്റ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഫിറ്റ് ഫോർ അവർ ജോബ്. പക്ഷേ അതിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചില ഡീലർമാരും പ്രൊവൈഡേഴ്സ്, സപ്ലൈസ് 0.6 എന്ന് പറഞ്ഞ് കൊടുക്കണ ചില തിക്നെസ് 0.54 ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 0.56 ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കറക്റ്റ് ആക്കണം. അതിന് മെറ്റീരിയൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കറക്റ്റ് ഉണ്ടാവും. അതിൻ്റെ കോയിലിൻ്റെ വിഡ്ത്ത്, തിക്നെസ്, സ്പെസിഫിക്കേഷൻ, സർഫസ് ഫിനിഷ് എല്ലാം സർട്ടിഫിക്കറ്റിലുണ്ടാവും. അത് തന്നെ നമ്മൾ ട്രേസബിലിറ്റി നോക്കി നമ്മൾ വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തണം. സ്റ്റീൽ വാട്ടർ ടാങ്ക് പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ എത്ര ലൈഫ് കിട്ടും, എങ്ങനെയാണ്? പല കമ്പനികളും പറയുന്നുണ്ട് ഇത് ലൈഫ് ടൈം ആണ്. ലൈഫ് ടൈം എന്താണ് ഇതിൻ്റെ ഡ്യൂറേഷൻ? അങ്ങനെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഒമാനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ PDO സൈറ്റൊക്കെ 40 വർഷം ഒക്കെ പഴയ പൈപ്പ് ലൈനും പ്ലാന്റുകളും അതിൻ്റെ എക്യുപ്മെൻ്റൊക്കെ ഉണ്ട്. അവിടെ ഞാൻ 304 ടാങ്കുകൾ, 30-35 വർഷമുള്ള ടാങ്കുകൾ ഇപ്പോഴും ലൈവായിട്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കാരണം ഇതൊരു ഓൺലി സ്റ്റോറേജ് ടാങ്കാണ്. ഇതിൽ വേറെ ഫിൽറ്ററോ റൊട്ടേറ്റിംഗ് എക്യുപ്മെൻറ്റോ വേറെ ഒന്നുമില്ല. ഓൺലി ജസ്റ്റ് ഒരു കണ്ടെയ്നറാണ്. അപ്പം നമ്മൾ എല്ലാത്തിനും മെയിൻ്റനൻസ് ആവശ്യം. ഇപ്പം നിങ്ങളുടെ ക്യാമറ ആയാലും വാച്ച് ആയാലും എന്തിനും മെയിൻ്റനൻസ് ആവശ്യമാണ്, പീരിയോഡിക്കൽ മെയിൻ്റനൻസ്. നിങ്ങൾ ഇടയ്ക്ക് ടാങ്ക് ക്ലീൻ ചെയ്ത് അതിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റും. കാരണം നോർമൽ പോർട്ടബിൾ വാട്ടറിന് ഈ SS 304 കൊറോഡ് ചെയ്യാൻ പറ്റില്ല. ബേസിക് അതാണ്. നിങ്ങൾ എക്സ്റ്റേണലും ക്ലീൻ ചെയ്യാം. കാരണം പൊടി പടലങ്ങളിലൊക്കെ അയൺ കണ്ടന്റ് ഉണ്ടാവും. മോയ്സ്ചറിന്ന് കൊറോഷൻ ചിലപ്പോൾ ഗ്രൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വഴിക്ക് പോകാതിരുന്ന 3-4 വർഷം കൊറോഷൻ സ്റ്റെയിൻ അത് കൂടി വരും. അത് പീരിയോഡിക്കൽ ഒരു 3 മാസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇൻസൈഡും എല്ലാ സെഡിമെൻറ്റ് കാര്യമെങ്കിലും ഒന്ന് ചിലപ്പോൾ വാട്ടർ ജെറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ മോപ്പിട്ട് ഒരു സോപ്പ് സിറിഞ്ച് ഷാമ്പു എന്നിട്ട് ക്ലീൻ ചെയ്താൽ അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. നോർമൽ വെള്ളത്തിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബോർവെൽ വാട്ടർ ആണെങ്കിൽ ഹൈ TDS ഒക്കെ ആണെങ്കിൽ ട്രീറ്റ് ചെയ്ത് അത് TDS ഒക്കെ ബിലോ 200 ppm ആക്കി ലെവലിൽ സ്റ്റോർ ചെയ്യാം. വേറെ എന്തൊക്കെ പ്രോഡക്റ്റാണ് എക്കോസ്റ്റാർ? ഞങ്ങൾ ഇപ്പോൾ കിച്ചൺ ചോപ്പിംഗ് ബോർഡൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചോപ്പിംഗ് ബോർഡ്. ഇപ്പോൾ അത് ഓൺലൈനിലാണ് വെക്കുന്നത്. അവരും തിരക്കേടില്ലാത്ത പോകുന്നുണ്ട്. മീഷോ, പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. ഇപ്പം പ്ലാസ്റ്റിക്കിനൊക്കെ കുറേ നേരം വരയും ബ്ലാക്ക് കളറും ഫംഗസും കാര്യങ്ങളൊക്കെ. ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. കുറച്ച് നേരം ആണെങ്കിൽ പോലും സ്റ്റീൽ വാട്ടർ ടാങ്കിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും സന്തോഷം. താങ്ക് യു.